ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തെരിശ്ശേരിയാണ്. തേങ്ങ വറുത്തരച്ച സദ്യക്കൊക്കെ നമ്മൾ കഴിക്കാറുള്ള എരിശ്ശേരി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് നമുക്ക് 1 കപ്പ് വൻപയർ ഇട്ട് കൊടുക്കാം. വൻപയർ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചില്ലെങ്കിൽ കൂടുതൽ വിസിലടുപ്പിക്കേണ്ടി വരും. കുതിർത്ത് വെച്ച വൻപയറിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വൻപയർ മുങ്ങിക്കെടുക്കുന്ന പാകത്തിന് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 3 വിസിലടുപ്പിച്ചെടുക്കാം. നിങ്ങൾ വൻപയർ വെള്ളത്തിലിടാൻ മറന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിസിലടുപ്പിക്കണം. വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് വെന്ത് കിട്ടും. വിസിലടിച്ച് ആവിയെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അതിനകത്ത് ആ സ്പൂൺ കിടക്കുന്നത് വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിനകത്ത് എന്തെങ്കിലും ഇട്ട് വേവിക്കുമ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ഒരു വൻപയർ മാത്രം എടുത്ത് ജസ്റ്റ് കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ഞെക്കി നോക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. ഇപ്പം വൻപയറെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മത്തങ്ങ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം പിന്നെ നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നില്ല. മത്തങ്ങയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. മത്തങ്ങ മുങ്ങിക്കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ കുക്കാവുമ്പം മത്തങ്ങ വെള്ളം വലിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഒരുപാട് വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 2 വിസിൽ. അപ്പോൾ ടോട്ടൽ നമ്മൾ 3 വിസിൽ വൻപയറിന് വേണ്ടിയിട്ടും 2 വിസിൽ മത്തങ്ങ വേവാൻ വേണ്ടിയിട്ടും ടോട്ടൽ 5 വിസിലാണ് നമ്മളിതിനെ അടുപ്പിച്ചെടുക്കുന്നത്. മത്തങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ തേങ്ങ, 2 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി ഓപ്ഷണലാണ്. എനിക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ. ഇനി ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം ഇതോടെ ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പരുവൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ഇട്ട് ചെറുതായി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നിറം മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 5 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ നന്നായി ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കണം. തേങ്ങയുടെ കളറ് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിം തന്നെ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് പാൻ അടുപ്പിൽ നിന്ന് മാറ്റാം. ആവി പോയി കഴിയുമ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ മത്തങ്ങയെല്ലാം നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് 5 മുതൽ 8 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷമാണെങ്കിലും വറ്റിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം വറ്റിക്കുന്നില്ല, കുറച്ചൊരു ഗ്രേവി പരുവത്തിൽ വേണം എന്നുള്ളതുകൊണ്ട്. എന്നാലും ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ നമുക്കിത് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 8 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സിനകത്തേക്ക് നമുക്കിപ്പോൾ ഈ കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന മത്തങ്ങയും പയറും ഒഴിച്ചു കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, കാരണം ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ തീയിൽ തന്നെ വെക്കണം. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.25 ടീസ്പൂൺ ഉപ്പാണ് ഞാനിതിന് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. തണുക്കും തോറും ഇത് കുറച്ചും കൂടെ ഒന്ന് കുറുകി കട്ടയായിട്ട് വരും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ശരി, ബൈ.